ഒരുപാട് പേർക്കുള്ള ഒരു മറുപടിയാണ് ശരിക്കും ഈ ചിത്രം അല്ലേ, സമൂഹത്തോടുള്ള ഒരു മറുപടിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഓരോ സബ്ജക്ട്സ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി, പിന്നെ VM വിൻചേട്ടൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന തരത്തില് അല്ല, ഇത് കുടുംബത്തിൽ മാത്രമല്ല ആർക്കും എന്തും അടുത്ത നിമിഷം സംഭവിക്കാം. അതാണല്ലോ നമുക്കൊരു ആ ഒരു സംഭവം നമ്മുടെ ഇപ്പം ലൈഫിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളുമൊക്കെ ഈ വേറെ പല സിറ്റുവേഷനിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും, ഇതിലെ പല സാഹചര്യത്തിലൂടെയെങ്കിലും. അതിലിപ്പോൾ ഒരു ബാങ്ക് എംപ്ലോയി ആയിട്ട് അതെ ആർക്കും സമയം ഒരു കുടുംബചിത്രം എന്ന് പറയുമ്പോൾ പലരും എൻ്റെ ഒരു പേടി എന്ന് വെച്ചാൽ കുടുംബചിത്രം പറയുമ്പോൾ പലരുടെ മനസ്സിലൊക്കെ വിചാരിക്കുന്നത് ഓ ഇതൊരു സ്ലോ സിനിമയായിരിക്കും, ഇതൊരു ക്ലാസ് സിനിമയായിരിക്കും. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ പടം ഒരു ത്രില്ലർ ഫിലിമായിട്ടാണ് ഞാൻ കാണുന്നത്. ത്രില്ലറാണ് ഭയങ്കരമായിട്ട്. ഫാമിലി ആയിക്കോട്ടെ, അത് ബിക്കോസ് ഹീറോയിൻ ഹീറോ അവർക്ക് ഒരു മോളുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതൊരു ഫാമിലി ആണല്ലോ. അതിപ്പോൾ ഇല്ലെങ്കിൽ അത് ഫാമിലി പടമല്ലേ, യൂത്തിന്റെ പടത്തിലും ഫാമിലി ഉണ്ടല്ലോ. സോ പക്ഷെ നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് ഒരു സങ്കല്പമുണ്ട് എല്ലാവരുടെയും. ഫാമിലി സിനിമ ഇതൊരു ഫാമിലി സ്റ്റോറി എന്ന് പറയുമ്പോൾ ഫാമിലി സ്റ്റോറി ഇതിൽ കണ്ടുപഠിക്കാൻ ഒരുപാടുണ്ട്. അത് അല്ലെങ്കിൽ തന്നെ നല്ല ആസ്വദിക്കാനുള്ള നിമിഷങ്ങളും ഈ ഒരു സിനിമ നല്ല സിനിമയായിട്ട് കാണുന്ന രീതി കൂട്ടത്തിലും നമുക്കിത് കാണാം. സിനിമ ഇപ്പൊ അപ്പാർട്ട് ഫ്രം മൂവി റഹ്മാനിക്കയുടെ ഒപ്പം അഭിനയിക്കാൻ വരുമ്പോൾ കാരണം അത് പറയണം എന്തായാലും, കാരണം പ്രേക്ഷകർ റഹ്മാനിക്കയാണ് മലയാള സിനിമയിലേക്ക് ഇങ്ങനെ ഒരു യുവത്വത്തിന്റെ ഹരമായി ഒരു ഡാൻസ് അങ്ങനെയൊക്കെ ഇല്ലേ? എന്റെ ഒരു ചൈൽഡ്ഹുഡ് സമയത്തൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണുന്ന ഒരുപാട് പാട്ടുകളും സിനിമകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ വിചാരിച്ചിട്ടില്ല റഹ്മാനിക്കയുടെ കൂടെ ഞാൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പൊ അതെന്നെ സംബന്ധിച്ചൊരു ഒരു എക്സൈറ്റഡ് ആയിരുന്നു, പ്ലസ് എനിക്കൊരു പേടിയായിരുന്നു. അയ്യോ എങ്ങനെയാണ്, വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, കട്ട ജാട വെച്ചിട്ടിരിക്കുവോ അതോ എങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ ഒരു ഫങ്ഷൻസിനും ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോ ഞാനാണെങ്കിൽ മനസ്സിൽ മധുരക്കനൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു പൂജ ഡേയ്സിലൊരു സംഭവം ഉണ്ടായി. അതായത് ഫസ്റ്റ് ഞാൻ വരും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ. ബാക്കി ഇപ്പോൾ വേണുചേട്ടൻ ക്യാമറാമാൻ വേണുചേട്ടനൊക്കെ എനിക്ക് ഓൾറെഡി ഞങ്ങളൊരു 2 മൂവി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നല്ല ടെൻഷനിലാണ് വരുന്നത്. പക്ഷേ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പേടിയും കാര്യങ്ങളൊന്നും പുറമേ കാണിക്കില്ല കേട്ടോ. അപ്പം ഞാനൊരു സൺഗ്ലാസ്സൊക്കെ, നല്ല വെയിലുണ്ടായിരുന്നു, സൺഗ്ലാസ്സൊക്കെ വെച്ചിട്ട് പൂജ ടൈമിൽ ഞാനിങ്ങനെ വരിക കേട്ടോ. കാറിൽ നിന്ന് ഇറങ്ങി വന്നു നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ എന്ന് വെച്ചാൽ ആ ഒരു അറ്റം പോലെ എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പോൾ റഹ്മാനിക്ക ഞാൻ കണ്ടു, റഹ്മാനിക്ക് ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ എങ്ങനെയായിരിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് എങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരാൾ അപ്പൊ എന്റെ മനസ്സിലായോ എങ്ങനെ. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മൂവി എടുത്ത് ഞാൻ പിന്നെ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. കാരണം പലർക്കും എന്നെ പറ്റി തെറ്റായ അഭിപ്രായമുണ്ട്. പെണ്ണുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം ചാടി എഴുന്നേറ്റ് അപ്പൊ ഞാൻ വളരെ ഡീസന്റ് ആണെന്നാണ്. നെക്സ്റ്റ് ഞാൻ അങ്ങോട്ട് മാറി ചേറൊക്കെ എടുത്തിട്ടിരുന്ന് കയ്യിന്നെല്ലാം പോയി. ഈശ്വര ഇനി എന്നിട്ട് മൊബൈലിൽ ഡേറ്റ് നോക്കാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ലാസ്റ്റ് ഡേ എത്തിയാൽ മതിയല്ലോ, എങ്ങനെ ഞാൻ അഭിനയിക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പിന്നെ ഒരു കുറച്ച് ദിവസം ഒരു എങ്ങനെയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുവോ. ഇപ്പം എനിക്കൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ടൈമിൽ നന്നായിട്ട് നമ്മൾ ആർട്ടിസ്റ്റ് തമ്മിലൊരു ടീം മുഴുവൻ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അപ്പോൾ അത് ക്യാരക്ടറിന് അത്രയും ഗുണം ചെയ്യും. അപ്പം ഞാൻ വന്നിട്ടൊരു ഫസ്റ്റ് 3-4 days ഒക്കെ അയ്യോ എങ്ങനെയാണ് ഒന്ന് സംസാരിക്കുന്നത്, മസിൽ പിടുത്താണ്, കട്ട ജാടയാണ് എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. അത് നമ്മൾ ഓരോരുത്തരെ കുറിച്ച് മുൻവിധികൾ പറയില്ലേ, നമ്മൾ കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യാതെ നമ്മളൊരു ഇമേജ് മനസ്സിലെടുത്തിട്ട് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇമേജേ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. എന്താ പറയുക, ലൈഫിന് ഒരുപാട് വാല്യൂസ് കൊടുക്കുന്ന ഒരാളാണ്. ഇവൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. ഞാനൊക്കെ ഈവൻ ലേറ്റൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും റഹ്മാനിക്ക റെഡി ആയിട്ടൊക്കെ നിൽക്കാം. അപ്പം ഞാൻ ഈശ്വരാ എന്തൊരു ഡെഡിക്കേഷൻ, ഇത്ര ഡെഡിക്കേഷൻ ആവാൻ പാടില്ല മനുഷ്യന്മാർക്ക്, കൃത്യനിഷ്ഠയില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും റഹ്മാനിക്കയുടെ കൂടെ വർക്ക് ചെയ്തൊരു എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യം തന്നെയാണ്. എൻ്റെ ഒരു ജനറേഷനിൽ കിട്ടാത്തൊരു ഭാഗ്യമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇക്ക ഒത്തിരി സീനിയേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ട് വന്നു. ഇത് ഇക്കയെ സംബന്ധിച്ച് ഇപ്പോൾ വിൻചേട്ടൻ ഒരു സീനിയർ ഡയറക്ടർ അല്ലെങ്കിൽ അതല്ല, അത് കോ ആർട്ടിസ്റ്റുകളൊക്കെ ഇക്കയെ സംബന്ധിച്ച് പുതിയ ജനറേഷനിൽ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ആൾക്കാരായിരുന്നു. ആ ഒരു ഇത് എങ്ങനെയുണ്ടായിരുന്നു പണ്ട് നമ്മൾ വന്നിരുന്ന ആ ഒരു
ലൊക്കേഷനും ഇതും? ഡെഫിനറ്റ്ലി ഒരുപാട് ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് സുഖ സൗകര്യങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ക്യാരവാൻ, മേക്കപ്പ് റൂംസും അതും ഇതൊക്കെ. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാവരും ഒരുമിച്ച് ഒരു വണ്ടിയിൽ വരിക, റോട്ടിൽ ഇല പ്ലേറ്റ് വെച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ചാരില്ലാത്തപ്പോൾ നേരത്തെ ഇരുന്ന് കഴിച്ചിട്ടുമുണ്ട്. പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് തരും കയ്യിൽ പ്രൊഡക്ഷൻ മാനേജർ, എന്നാൽ വിട്ടോളൂ എന്ന് പറയും. പക്ഷെ ആ ടിക്കറ്റിന് ഇതുണ്ടാവില്ല, സീറ്റ് ഉണ്ടാവില്ല. അങ്ങനെ താഴെ ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്ന ടൈമും ഉണ്ടായിരുന്നു സിറ്റുവേഷൻസ്. ഇപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് വർഷങ്ങളായി. പക്ഷേ ഓഫ് കോഴ്സ് മാറ്റങ്ങളുണ്ട്, നല്ല മാറ്റങ്ങളൊക്കെയാണ്. ഇന്നത്തെ ജനറേഷൻ ആർട്ടിസ്റ്റൊക്കെ വളരെ കോമ്പറ്റീറ്റീവാണ്, വളരെ ശ്രദ്ധിച്ചാണ്. ഐ എം വെരി ഹാപ്പി. ഒന്നിനും ഒരു കുറവില്ല.